നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന 2011-16 കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഈ വിഷയങ്ങളിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനും അവിടെ തുറമുഖം കൊണ്ടുവരാനും എല്ലാ ഘട്ടത്തിലും ഇടപെടൽ നടത്തിയത് LDF ഗവൺമെന്റാണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. വിഴിഞ്ഞത്തിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. വിഴിഞ്ഞൂറ്റിയെടുക്കുന്ന വിഴിഞ്ഞം പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി അധപ്പതിച്ചിരിക്കുന്നു. ഇതിന്റെ കറവക്കാർ നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടിയും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നിങ്ങൾ കല്ലിട്ടു, ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ആ എഗ്രിമെന്റ് എന്തായിരുന്നു? ആദ്യത്തെ 20 വർഷം 1 രൂപ പോലും ലാഭവിഹിതം കേരളത്തിനില്ല. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് അത് നടപ്പാക്കി. ആദ്യം 2046 പൂർത്തിയാകുമെന്ന് പറഞ്ഞു, പിന്നെ 2028 എന്ന് പറഞ്ഞു. സംശയമൊന്നുമില്ലല്ലേ? ഇപ്പോൾ പൂർത്തീകരിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പ് വന്ന തുറമുഖമായി ഞങ്ങൾ ആ തുറമുഖം നാടിന് സമർപ്പിച്ചു. നാണല്ലേ? ഇല്ല. വിഴിഞ്ഞം പദ്ധതിക്ക് ആദ്യമായിട്ട് ടെൻഡർ ക്ഷണിച്ചപ്പോൾ ആരും എടുത്തില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തറക്കല്ലിടുക മാത്രമല്ല, ഉമ്മൻചാണ്ടി ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാ. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുമ്പോൾ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. ഈ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാറിന്റെ കാലാവധി നീട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഞങ്ങൾക്ക് അതുമായി നേരത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അതിന് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുന്ന കാര്യമല്ല ചെയ്തത്. അടിപൊളി. കാരണം നാടിന് ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.